നമുക്ക് മോത്തി രണ്ട് കലാകാരന്മാര് നമ്മുടെ വേദിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അതില് മക്കളെ അതില് ഇവൻ ഇന്നലെ തൊട്ട് വന്ന് നിൽക്കും അത്രേ. അതെ, ഇന്നലെ വന്നിട്ട് തിരികെ പോയി, ഇന്ന് വീണ്ടും വന്നു. ഇന്നലെ അപ്പൊ ഒത്തിരി മ്യൂക്രിക്കാരായിരുന്നു. ചാറമറ മ്യൂക്രിക്കാർ വന്നിട്ട് ടക്ക അടിക്കുന്നതുകൊണ്ട് ഇവനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അവൻ രാവിലെ വീണ്ടും എത്തി. ശരിക്കും ഒരു പെർഫോമറാണ്, അതുകൊണ്ടാണ്. കലാകാരന്റെ ക്ഷമയെന്ന് പറഞ്ഞാൽ വല്ലാത്തതാണ്. ഇതൊരു കലാപ്രതിഭാ പട്ടം ഇല്ലാതെ പോയത് കൊണ്ടാണ് കുറെ കാര്യങ്ങളിൽ ഒരേ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പം ഈ രണ്ട് കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ മോനെ പേര്? മൈക്കെടുത്തു. ഗൗതം സുമേഷ്. എന്തൊക്കെയാ മോന്റെ ഇനങ്ങള്? ചെണ്ടമേളം, ചെണ്ടതായമ്പക, അഷ്ടപതി, ഗാനാലാപനം, വന്ദേമാതരം. അഷ്ടപതിയൊക്കെ ഉണ്ട്. മക്കളും മ്യൂക്രി മാത്രമേ ഉള്ളൂ? ശരി. അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? നമുക്ക് കാണാലോ. എന്താ മ്യൂക്രിയിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വിജയ് സേതുപതി സാറിന്റെ ശബ്ദമുണ്ട്. ഓക്കെ. என்னை கொண்டுட்டு உங்களையும் உங்கள ஆளுகளையும் காப்பாத்திக்கும். വിജയ് സേതുപതി. അടുത്തതാരുണ്ട്? 3 ബീറ്റ്സും ഒരു മെയിൽ വോയിസും വെച്ച് ഒരു സോങ്. ശരി, അടിക്കും. పత్తల కుట్టియం పత్తల సద్దల గడ్డల సిద్ధల అడ్రాడే సుత మద్దల మడ్రాడే అడ్రా. ഈ മൈക്രോഫോൺ കൊള്ളാൻ നന്നായി. മൈക്രോഫോൺ വന്നതാണ് മിമിക്രി എന്ന കല ഇത്രയധികം വളരാനുള്ള കാരണം. മൈക്ക് അടുപ്പിച്ച് പിടിച്ച് ഉള്ള ഏർപ്പാടെന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ചെയ്യുമ്പോൾ പറയും മൈക്രോഫോൺ വിഴുങ്ങിയും വരുന്നുണ്ടെന്ന് പറയും. സ്വാഭാവികമായിട്ട്. അപ്പോൾ വാ, ഈ പ്രത്യേകം വാ, ഇവിടെ അടുത്തോട്ടില്ല, ഒന്ന് കൈകാര്യം ചെയ്യാൻ മോത്തി. അപ്പോ നമുക്ക് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഇന്ന്? ഗാനാലാപനം. അതിൽ തന്നെ തുടങ്ങിക്കോ മോനെ. വിതരമേ മധുമദന ഹേ താവ ചരണ സേവന സുഖരസം. വിതരമേ മധുമദന ഹേ താവ ചരണ സേവന സുഖരസം. ഭവതു മധു മുരഹാര ഹരേ മമ ഹൃദയമവ ഗതവൈശസം. വിതരമേ മധുമദന ഹേ താവ ചരണ സേവന സുഖരസം. അതാണ് കുറച്ചുകൂടി ഗാംഭീര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. മാത്രല്ല തൊണ്ടയൊക്കെ വളർന്നു വരുമ്പോ അതിന്റേതായ ചില മാറ്റങ്ങളുണ്ട്. പ്രേക്ഷകർ അത് വളർന്നു വരുമ്പോ അവൻ ശരിയായിക്കോളും. ഇപ്പോഴേ അവന് പാടി തുടങ്ങിയപ്പോഴേക്കും കുറച്ചുകൂടെ ഗാംഭീര്യം വേണമെന്നുള്ള മോത്തിയുടെ ആഗ്രഹത്തെ മുളയിലെ ഞാൻ നുള്ളിക്കളയുന്നു. മുളയിലെ നുള്ളുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കൗമാരക്കാരന്റെ ഒരു പ്രശ്നമാണ് അതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു. ശബ്ദത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നന്നായി മോനെ. ഓക്കെ, എന്തായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചത്. വേറെ വെറൈറ്റികളൊന്നും ഇല്ലല്ലോ? ആ സങ്കടം മാറിയോ? ഇന്നലെ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ കുഴപ്പമില്ല, മാറി, ഇപ്പൊ ഓക്കെയാണോ? ശരി. വേറെ ഏതെങ്കിലും ഒരു സ്റ്റാർ കൂടെ എടുക്കാറുണ്ടോ? ജനാർദ്ദനൻ സാർ എടുക്കാം. അതല്ലേ വിളി? സന്ധ്യാവേന്നല്ലേ വിളിക്കുന്നേ? അതിനോട് ബാക്കിയുണ്ട്. എന്തായാലും പോട്ടെ. മിമിക്രിക്കാരന്മാര് എപ്പോഴും ഏറ്റവും കൂടുതൽ ആവേശത്തോടെ ചെയ്യുന്ന ഒരു നടനാണ് ജനാർദ്ദനൻ ചേട്ടൻ. ജനാർദ്ദനൻ ചേട്ടനെ നമ്മുടെ കോട്ടയം നസീർ 2-3 രീതി ചെയ്യും. പണ്ട് ജനാർദ്ദനൻ ചേട്ടൻ വരുന്ന സമയത്ത് ഹലോ മിസ്റ്റർ രാഘവൻ
താങ്കൾക്ക് ഇപ്പൊ പോകാം. ഇതായിരുന്നു ജനാർദ്ദന്റെ ആദ്യത്തെ ശബ്ദം. പിന്നീട് ജനാർദ്ദനം മാറുന്നു. ജനാർദ്ദൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സൗണ്ടായി. അപ്പോൾ അത്തരം മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്നും ആശ്രയിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കാലത്ത് വേറൊരു നടനം ഉണ്ടായിരുന്നു കേട്ടോ, ലാലുവിലക്സ് പറയും, പേഴ്സണലായിട്ട് പറഞ്ഞ കേട്ടാ. ഇപ്പൊ സമാധാനം മാറിയല്ലോ. ഞാനത് പറയാൻ പറ്റും. ഞാൻ അവരോട് പറഞ്ഞോട്ടെ, സമാധാനമായില്ലേ? ഞാൻ ഇന്നലെ പോലെ നിങ്ങളോട് വാക്ക് പറഞ്ഞല്ലേ, ഇപ്പൊ കിട്ടിയില്ലേ, ഐറ്റം വന്നില്ലേ? അതാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് നമ്മുടെ ഉള്ളിലെ മിമിക്രി പുറത്തേക്ക് വരുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം രണ്ട് കലാകാരന്മാർക്കും കലാരവത്തിൽ പങ്കെടുത്തതിന്.